നീലഗിരി മലനിരകളുടെ വരദാനമാണ് ചാലിയാർ. വിശാലവും ഹരിതാപവുമായ പശ്ചിമഘട്ട മലനിരകളുടെ നിരവധി തടങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന അനേകം അരുവികൾ ചേർന്ന് രൂപപ്പെടുന്ന ചാലിയാറിന് തമിഴ്നാട്ടിലും കേരളത്തിലുമായി 3214 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള നിർമ്മറി പ്രദേശങ്ങളുണ്ട്. കേരളത്തിലെ നദികളിലേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ചാലിയാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ പുഴകൾ കേരളത്തിൽ ഒഴുകുന്നുണ്ടെങ്കിലും വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു പുഴ അത് ചാലിയാർ തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. ചാലിയാറിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗഡ്സിന് ഒരു ഷേപ്പ്. സായിപ്പനെ കുറിച്ച് പറയുന്നത് ഒരു ഹോഴ്സ് ഷൂ എങ്ങനെയാണോ അതുപോലെയാണ് നിലമ്പൂർ വാലി എന്നുള്ളതാണ്. നിലമ്പൂർ ശരിക്കും ഒരു താഴ്വാരാണ്. ആ താഴ്വാരത്തേക്ക് പശ്ചിമഘട്ടത്തിൻ്റെ 3 ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട്. 3 ഭാഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ താമരശ്ശേരി ചുരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുവെങ്കിൽ, മലപ്പുറം ജില്ലയിലേക്ക് കയറുന്നുവെങ്കിൽ താമരശ്ശേരി ചുരം കഴിഞ്ഞ് തുഷാരഗിരിയിലെ വെള്ളച്ചാട്ടം, താമരശ്ശേരി ചുരത്തിലെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. തുഷാരഗിരി വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ടാക്കുന്ന പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലകളിലൊന്നായ വെള്ളരി മലയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവനും ഇരുവഴിഞ്ഞിപ്പുഴയായിട്ട് മാറുന്നുണ്ട്. അതൊക്കെ ചാലിയാറിലേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ടേക്ക്, അതായത് പശ്ചിമഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ, സദേൺ ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മൾ കൂമ്പാറ വഴി ആനക്കാംപൊയിലെത്തും. ആനക്കാംപൊയിൽ നിന്നും പിന്നെയും മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആനക്കാംപൊയിലും പുല്ലൂറമ്പാറയും ഒക്കെ ധാരാളം ചെറുപുഴകളുള്ളതാണ്. മുത്തപ്പൻ പുഴയൊക്കെ അവിടെയുള്ളത്, കണിയാപ്പുഴ അവിടെയുള്ളത്, അതെല്ലാം വെള്ളരിമലയിൽ നിന്നാണ്. പിന്നീട് നമ്മൾ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. കുറച്ചുകൂടി കിഴക്കോട്ടേക്ക് പശ്ചിമഘട്ടം ഇങ്ങനെ കയറി പോകുന്നതാണ്. അപ്പോൾ കടലിൽ നിന്ന് പശ്ചിമഘട്ടം കിഴക്കോട്ടേക്ക് മാറുന്തോറും ഒരു വലിയൊരു സ്ലോപ്പ് നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ നമ്മുടെ നിലമ്പൂർ ഭാഗത്തേക്ക് ഉണ്ടാകും. അവിടെയാണ് ആഢ്യംപാറ ഫാൾസ് ഉള്ളത്. അപ്പോൾ ആഢ്യംപാറയിലെ വെള്ളവും ചാലിയാറിലേക്കുള്ളതാണ്. അതും പുഴകൾ, ധാരാളം ചെറുപുഴകളായിട്ട് താഴേക്ക് എത്തുന്നുണ്ട്. പിന്നീട് നമ്മൾ കിഴക്കോട്ടേക്ക് പോകുമ്പോൾ നാടുകാണി ചുരത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ ഗഡ്സിൻ്റെ കിഴക്കോട്ടേക്കുള്ള യാത്ര കുറച്ചെങ്കിലും അവസാനിക്കുന്നത്. പിന്നെ നാടുകാണി ചുരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, നാടുകാണി മുതൽ നമ്മുടെ തമിഴ്നാടിൻ്റെ പല ഭാഗത്ത് ദേവാല, ദേവർശോല, പന്തല്ലൂർ, ഇവിടെ നിന്നെല്ലാം ഒഴുകുന്ന വെള്ളം വയനാടിൻ്റെ മേപ്പാടി മുതൽ മേൽപോട്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മൾ പശ്ചിമഘട്ടത്തിലെ കുറേ ഭാഗങ്ങൾ ഈ ഭാഗത്തേക്ക് എടുക്കുമ്പം അതെല്ലാം ചാലിയാറിലേക്ക് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ എടക്കര ഭാഗത്തൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുവെങ്കിൽ, അതായത് നമ്മൾ കരുവാരക്കുണ്ട്, കരുളായി ഭാഗത്തേക്ക് വരുമ്പോൾ കരുളായിലൊരു പുഴ കാണാൻ പറ്റും. ആ പുഴയാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട കരിമ്പുഴ എന്ന് പറയുന്നത്. കരിമ്പുഴ ചാലിയാറിലേക്ക് ധാരാളം വെള്ളം ഒഴുക്കി കൊണ്ടുവരുന്നൊരു പുഴയാണ്. കരിമ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മുക്കുരുത്തി നാഷണൽ പാർക്കാണ്, തമിഴ്നാടിൻ്റെ. അപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള മുക്കുരുത്തി നാഷണൽ പാർക്കും ഊട്ടിയുടെ ഒക്കെ താഴ്വാരങ്ങളും, ഊട്ടിയുടെ താഴ്വാരം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഈ പിന്നെ പടിഞ്ഞാറൻ ചെരിവുകൾ, ഇതെല്ലാം ചാലിയാറിലേക്കാണ് ഒഴുകി വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ചാലിയാർ പുഴ എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിലെ വനമേഖലയുടെ ഒരു ഉൽപ്പന്നം കൂടിയാണ്. കാരണം ചാലിയാറിലേക്ക് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളെല്ലാം നമ്മുടെ നിലമ്പൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വനമേഖലയിൽ നിന്നാണ് ഒഴുകി വരുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വനമേഖല തന്നെ വഴിക്കടവ്, നാടുകാണി ചുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ. ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും ചാലിയാറിലേക്ക് പ്രധാനമായിട്ട് 2 നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഒന്ന് വഴിക്കടവ് അങ്ങാടിയിലൂടെ ഒഴുകുന്ന കാരക്കോടം പുഴയും, പിന്നെ അതുപോലെ തന്നെ പുഞ്ചക്കൊല്ലിയിലൂടെ ഒഴുകി നമ്മുടെ കരിമ്പുഴ ഭാഗത്തേക്ക് എത്തുന്ന പുന്നപ്പുഴയും. ഈ 2 പുഴകളുടെയും പ്രത്യേകത, ഈ 2 പുഴയും കിലോമീറ്ററുകളോളം നമ്മുടെ സ്റ്റേറ്റ് ബോർഡറിൻ്റെയും അപ്പുറത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ച് ചാലിയാറിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാനപ്പെട്ട ചില പോഷക നദികളാണ്.
ചാലിയാർ പുഴയുടെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് മുക്കുർത്തി നാഷണൽ പാർക്കിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിലൊരു സ്ഥലത്ത് മുക്കുർത്തി നാഷണൽ പാർക്കും മറുവശത്ത് വരുന്നത് കേരളത്തിലെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടുള്ള കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഈ മുക്കുർത്തി പീക്കിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം ഉയരം വരുന്നത് 2552 മീറ്റർ ഉയരത്തിലാണ്. ഏകദേശം 2.5 കിലോമീറ്ററോളം ഉയരം വരുന്നുണ്ട് ഈ സ്ഥലത്ത്. അവിടെ ധാരാളം പുൽമേടുകളാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ആ സ്ഥലം. ഈ സ്ഥലത്തുള്ള ഓരോ പുൽമേടുകളിലുള്ള ചെറിയ ചെറിയ ഡ്രോപ്പിൻസുകളാണ് ചാലിയാർ പുഴയിലേക്ക് വരുന്ന വെള്ളം എന്ന് പറയുന്നത്. നമ്മൾ ആ താഴെയുള്ള അരുവികളിലൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും, എൻ്റെ വെള്ളത്തിൻ്റെ ആ തെളിച്ചൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓരോ കല്ലുകളൊക്കെ നമുക്ക് പെറുക്കിയെടുത്തിട്ട് എണ്ണാൻ പോലും പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. അതിനൊരു കവിള് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് എന്തൊരു തണുപ്പാണെന്ന് അറിയും. അപ്പോൾ അത്രയും പ്രത്യേകത നിറഞ്ഞ അത്രയും മിനറൽസൊക്കെ കൂടിയിട്ടുള്ള വെള്ളമാണ് എന്ത് വരുന്നത്. ഈ വെള്ളം ഏകദേശം താഴത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് 40 മീറ്റർ എലിവേഷനിലേക്ക് ആവുന്ന സമയത്ത് ജനവാസ കേന്ദ്രത്തിലേക്കാണ് വരുന്നത്. ഈ സ്ഥലം മുതലാണ് ചാലിയാർ മലിനപ്പെടുന്നത്. പുഴകൾ നേരിടുന്ന വലിയ വെല്ലുവിളി പുഴയിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നതാണ്. കൂടാതെ കീടനാശിനി പ്രയോഗങ്ങൾ, രാസവസ്തുക്കളുടെ പ്രയോഗം, ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും മാലിന്യജലം ഒഴുക്കിവിടുന്നതും ഇതിന് കാരണമാകുന്നു. ഈ പുഴ എത്രത്തോളം മനത്തിനകത്തോട്ട് വരുന്നോ അത്രയും അതിൻ്റെ ഭംഗിയും ആ വെള്ളത്തിൻ്റെ ആ ക്ലാരിറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും ഇത്? വനത്തിനകത്ത് യാതൊരു ഇടപെടലുമില്ലാതെ ഇങ്ങനെ സസ്യങ്ങളിലൊക്കെ തഴുകിക്കൊണ്ട് പാറകളിലൂടെ ഒഴുകി വരുന്ന ഈ പുഴ താഴെ എത്തുമ്പോൾ മലിനമാവുകയാണ്. ഒരുപക്ഷെ നമ്മളെല്ലാം അതിന് കാരണക്കാരനായിരിക്കാം. പൊതുജനങ്ങൾ യാതൊരു ബോധവുമില്ലാതെ എല്ലാ വേണ്ടാത്ത വേസ്റ്റുകളും ഈ പുഴയിൽ ഒഴുക്കുകയാണ്. തുടർന്നങ്ങോട്ട് മലിനമായി ഒഴുകുകയാണ് ഈ പരിശുദ്ധമായ കരിമ്പുഴ. ഈ പുഴ വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ എല്ലാ ശുദ്ധജല നദി തടാകങ്ങളും പുഴകളും ഈ 44 നദികളുണ്ട് എന്ന് നമ്മുടെ വീമ്പ് പറച്ചിലുമൊക്കെ ഒരർത്ഥത്തിൽ കുടിവെള്ളം നമ്മൾ തന്നെ അതേ വിമോചന പോരാട്ടത്തിന് നേതൃത്വം വഹിച്ച ആളുകൾ തന്നെ ഈ പുഴയെ അന്യമാക്കുകയും അല്ലെങ്കിൽ ഈ പുഴയെ അന്യവൽക്കരിക്കുകയും ഈ പുഴയെ ഒരു കുപ്പത്തൊട്ടിയായി അതിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുക, അതിലേക്ക് വേസ്റ്റ് വെള്ളങ്ങൾ ഡംപ് ചെയ്യുക. അതിനെ പുഴ എന്നത് സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ പുഴ ജീവനുള്ളതാകുന്നത് തെളിമയുള്ള ഒഴുക്കുള്ളപ്പോഴാണ്. ആ തെളിമയുള്ള ഒഴുക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടി ജീവൻ. നമ്മുടെ ഈ ചാലിയാർ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ ഒന്ന് നമ്മളുടെ ഈ ഇംപ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അതായത് ഏത് നഗരത്തിലെയും ഓടകൾ തുറക്കുന്നതും ഈ പ്രത്യേക പുഴേൻ്റെ മേലേക്കാണ്. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് വരുന്ന സമയത്ത് നമുക്ക് ഈ ചെറുജീവികളടക്കമുള്ള ജീവജാലങ്ങൾ നശിക്കുകയും അത് അവിടുത്തെ മത്സ്യസമ്പത്തിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ ഒരുപാടൊന്നും ഫാക്ടറികളൊന്നും നമുക്കില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം പൊല്യൂട്ടഡ് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ പുറത്ത് കളയുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിന് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള മൊത്തത്തിലുള്ള പുഴേനെ ഒരു അറ്റൻഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. അതായത് പുഴയിൽ നമുക്ക് അറവുമാലിന്യം തല്ലാനും ഒന്നും മടിയില്ലാത്ത, അതിന് ഒരുപാട് നിഷ്കർഷകൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആരും പാലിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. വേസ്റ്റ് ഡംപിങ് ഒക്കെ ആയിട്ടുള്ള ഏറ്റവും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നിലവിൽ നിയമം മൂലം നിരോധിച്ചുകൊണ്ട് മണൽവാരൽ ഇപ്പം നമ്മുടെ ഒരു ഭാഗത്തൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. അനധികൃത മണൽവാരനാണെങ്കിൽ കൂടി വളരെ ചെറിയ തോതിൽ നടക്കുന്നുള്ളൂ. ഈ സ്ഥലത്തേക്ക് ആളുകൾ മാലിന്യം ഒഴുക്കിവിടുകയും അല്ലെങ്കിൽ കക്കൂസ് മാലിന്യങ്ങൾ പുറന്തള്ളുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആളുകൾ താഴെയുള്ള ആളുകൾ കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുകളിലൊന്നും ഈ പ്രശ്നം വരുന്നില്ല. താഴത്തേക്ക് വരുന്ന സമയത്ത്, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്.
ഈ മുക്കുർത്തി നാഷണൽ പാർക്കിലൂടെ ഒക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. വലിയ ശോലാവനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാടുകളും പുൽമേടുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഈ അരുവിയിൽ നിന്ന് തന്നെയാണ്. ചാലിയാറിൻ്റെ തീരത്തുള്ള ക്രമാതീതമായ മരമുറി ചാലിയാറിൻ്റെ തീരത്ത് മണ്ണിടിച്ചലിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണമാകുന്നു. അതുപോലെ തന്നെ സമീപകാലത്ത് ചാലിയാറിൻ്റെ പരിസര പ്രദേശമുണ്ട് ഉരുൾപൊട്ടലുകളും 2018 2019 ഉരുൾപൊട്ടലുകളെല്ലാം മരമുറികളുമായിട്ടും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചാലിയാറിൻ്റെ തീരം മുഴുവൻ ഒട്ടൊന്നാകെ ഒരു പാരിസ്ഥിതിക ദുർബല ഭൂപ്രദേശമായി പരിഗണിക്കേണ്ട ഒന്നാണ്. അത്രത്തോളം പരിസ്ഥിതിലോല പ്രദേശമാണ് ചാലിയാറിൻ്റെ നദീതടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു പ്രവൃത്തി പോലും ചാലിയാറിൻ്റെ തീരത്തെയും ആ തീരത്ത് വസിക്കുന്ന മനുഷ്യരെയും ബാധിക്കും. പണ്ടൊരു കാലത്ത് ചാലിയാർ 12 മാസവും നിറഞ്ഞൊഴുകിയുന്ന പുഴയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു മാസം പോലും ചാലിയാറിന് ആ അവകാശവാദമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ചാലിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലെ കാടുകൾ ഒരുപാട് കുറഞ്ഞു എന്നതാണ്. അപ്പോൾ ചാലിയാറിൻ്റെ വർണ്ണമനോഹാരിതയും അതുപോലെ തന്നെ ജലശേഖരങ്ങളും ഓരോ വർഷവും കുറഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത്. അതിൻ്റെ മുഖ്യ കാരണങ്ങളിലൊന്ന് നമ്മൾ വ്യാപകമായ മണൽവാരൽ, വനനശീകരണം, ചാലിയാറിനെ പരിഗണിക്കാത്ത വികസന പരിപാടികൾ, ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ ചാലിയാറിനെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന ഈ മനോഹരമായ ഈ കാട്, നമുക്ക് ചുറ്റും കാണുന്ന ഈ മലകൾ, കുന്നുകൾ, അവിടെ നിന്നെല്ലാം ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ഈ മലകളെല്ലാം ചുരത്തുന്ന തെളിനീരാണ്, കുടിവെള്ളമാണ് യഥാർത്ഥത്തിൽ ചാലിയാർ പുഴ എന്ന് പറയുന്നത്. ഒരു അമ്മയുടെ പാല് പോലെ ഒരുപാട് പോഷകഗുണങ്ങളുള്ള ഒരു മനോഹരമായ നദി. ഒരു പക്ഷേ നമ്മളതിനെ മലിനപ്പെടുത്തുന്നത്, അതിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ആ പാലിൽ വിഷം കലക്കുന്നത് പോലെ തന്നെയാണ്. വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പാലിൽ വിഷം കലക്കിയാൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കാം വരും തലമുറയ്ക്ക് ചാലിയാറിലേക്ക് നമ്മൾ വിഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ. ഏറ്റവും ഭംഗിയായിട്ട് ഒഴുകുന്ന പുഴകളുള്ള ഒരു നഗരം, ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യമുള്ള മനുഷ്യർ ജീവിക്കുന്ന നാടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പുഴ ഇനിയും ഒഴുകണം. ചാലിയാറിനെ തിരിച്ചു പിടിക്കാൻ മനുഷ്യരുടെ കൂട്ടമായ പ്രവർത്തനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വലിയ പ്രതിസന്ധികൾ ഇന്ന് ചാലിയാർ നേരിടുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തെ, ഈ ഒരു വെല്ലുവിളികളെ നേരിടണമെങ്കിൽ ജനങ്ങൾ കൂട്ടമായിട്ട് പുഴയെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാവുക എന്നതാണ് ഇതിനൊരു പരിഹാരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ചാലിയാറിൻ്റെ തീരത്തേക്കുന്ന ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ചാലിയാറിൻ്റെ തീരത്ത് സംഭവിക്കുന്ന ഓരോ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങളും അതിന് തടയിടാൻ നമുക്ക് എല്ലാവർക്കും കഴിയൂ. അങ്ങനെ തടയിട്ടാൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് ഗുണകരമായിക്കൊണ്ട് ചാലിയാറിൻ്റെ നദീതടം വികസിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. വലിയ ബോധവൽക്കരണം നടത്തുകയും ആളുകൾ മാലിന്യം വലിച്ചെറിയാത്ത രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റൽ കൾച്ചർ രൂപപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ്. എല്ലാ പഞ്ചായത്തുകളുടെയും ഒരു പ്രസ്റ്റീജ് പ്രശ്നമായിരിക്കണം അവരുടെ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന പുഴയിൽ കാര്യമായ മാലിന്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത്. ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രൊജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത ഡെവലപ്മെൻറ്റ് ആയിട്ടില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഏതെങ്കിലും ഒരു ഫണ്ടിങ് ഏജൻസി അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഉണ്ടാവും എന്നുള്ളത്. ഇതിനാണ് നമ്മൾ പറയുന്നത് വെള്ളത്തിൻ്റെ ധവളപത്രം.
അതായത് വാട്ടർ വൈറ്റ് പേപ്പർ എന്നാണ് ഇതിന് ഈ പ്രൊജക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, പൊതുജനങ്ങൾക്ക് വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഒരു വെള്ള ധവളപത്രം ഇന്ത്യയിൽ തന്നെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇതൊരു പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ പ്രൊജക്റ്റായി മാറ്റാവുന്ന ഒരു വലിയ ഭാവിയുള്ളൊരു പ്രൊജക്റ്റാണ്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓഡിറ്റിംഗ് നടത്തിയിട്ട് എൻ്റെ പഞ്ചായത്തിലുള്ള പുഴ ശുദ്ധീകരിച്ച് നടത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കണം എന്നുള്ളത് എൻ്റെ കൂടി അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ കൂടി ഒരു ആവശ്യമായിട്ട് മാറുകയും ആ ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് അതിൽ ചേരുകയും ചെയ്യും. ആ പ്രോജക്റ്റിൽ ഈ നമ്മൾ ഈ വാഷ്റൂംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുഴയോട് ചേർന്ന് തന്നെ ഓർക്കുന്ന എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പുഴയാണ് നമ്മുടെ തന്നെ ജീവൻ്റെ വഴികളാണ് എന്ന് തിരിച്ചറിയുന്ന തരത്തിലേക്ക് പുഴ പഠനങ്ങളും പുഴ ഗവേഷണങ്ങളും പുഴയെ അടുത്ത തലമുറയിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസുകളിലും കോളേജുകളിലുമൊക്കെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ പിന്നെ കേരള നോളജ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇന്ത്യനൈസേഷൻ ഓഫ് നോളജ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പുഴ പഠനങ്ങൾ പുതിയ തലമുറയിലെ പുഴയെ അവരിലേക്ക് കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനാവുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു സുന്ദരിയായിരുന്നു. ദേശങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും എന്നെ ആവശ്യമായിരുന്നു. പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട് സുന്ദരിയായി ഒഴുകിയിരുന്ന എനിക്ക് ഇനി മരണമില്ല. ഞാൻ ഇനിയും ഒഴുകും.